ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു AchusDesign. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 കളറിലെ സിൽക്ക് ത്രെഡ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് റെയിൻബോ കളറിലെ സ്മോൾ ഷുഗർ ബീഡ്സ് വേണം. അപ്പോൾ ഈ ഒരു കളറ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളറിലെ ഷുഗർ ബീഡ്സ്, പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത്. ഞാൻ ഈ ഒരു കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, സ്മോൾ സൈസാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതാണ് പാറ്റേൺ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനോട് ചേർന്ന് ഒരു ലൈനും കൂടി, അതായത് ഒരു 1.5 ഇഞ്ച് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു ഡിസൈൻ വരുന്നത് നമ്മുടെ ചെസ്റ്റ് പോർഷനിലെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെൻറ്ററിലൊരു ഫ്ലവർ കൊടുത്തിട്ട് അതിൽ നിന്നാണ് ബാക്കിയുള്ള ഫ്ലവേഴ്സും ലീഫും ഒക്കെ പോകുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തേക്കാണ് 2 ഭാഗത്തേക്കും ആ ഒരു ഡിസൈൻ വന്നിട്ട് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ഫുള്ള് നമ്മൾ ബീഡ്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യോക്കിൻ്റെ ലെങ്ത് നിങ്ങൾ എത്രയാണോ വീതിക്ക് വേണ്ടത് അതനുസരിച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം വേണം നമ്മളുടെ ഈ ഒരു ഡിസൈൻസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാനായിട്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഈ 2 കളർ കാണിച്ചല്ലോ. അപ്പോൾ ഈ 2 കളറിലെ ത്രെഡ് വെച്ചിട്ട് നമുക്കത് ഫ്ലവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ കുറച്ച് വലുപ്പത്തിലുള്ളത് നമ്മൾ റിങ്ങോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് ഷെയ്ഡിലുള്ള കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് പതിയെ താഴേക്ക് ഒന്ന് വലിച്ചു കൊടുക്കണം. എങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിങ്ങോട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് കുടുങ്ങിപ്പോകും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം റിങ്ങോട്ട് ചെയ്യുമ്പോൾ, വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഈ ഒരു റിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് സിൽക്ക് ത്രെഡ് ചെയ്യുമ്പോൾ പലർക്കും പെട്ടെന്ന് കുടുങ്ങിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ പതിയെ താഴേക്ക് നീഡിലും ത്രെഡും കൂടെ വലിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആ ഒരു ലൈൻ ഫുള്ളായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു റിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു വർക്കാണിത്. അപ്പോൾ ഒരുപാട് ബീഡ്സുകൾ സ്പ്രെഡ് ചെയ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ സെക്കൻഡ് ലെയറും കൂടി നമ്മളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്ത് നമ്മളിതുപോലെ തന്നെ റിങ്ങോട്ട് ഫ്ലവറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് റിങ്ങോട്ട് ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയുള്ളത് ബാക്കി 2 കളർ മാറ്റി നമ്മൾ ആദ്യം കാണിച്ച ഒരു കളർ ഷെയ്ഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെമ്മാണ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റെം ചെയ്യാനായിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ആദ്യം കാണിച്ചല്ലോ, ആ ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെംസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബീഡ് ഫിക്സ് ചെയ്തു, പിന്നെ അതിന് കുറച്ച് മുൻപിലേക്ക് നീക്കിയാണ് ത്രെഡ് എടുത്തിട്ട് പിന്നെ ആദ്യം ചെയ്തതിൻ്റെ ബാക്കിലേക്ക് നമ്മുടെ ഈ ഒരു നീഡിലും ത്രെഡും ഇറക്കുക. അപ്പോൾ അത് ഈ ഒരു മോഡലിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലീഫിൻ്റെ ആദ്യം മുകളിൽ നിന്ന് നമുക്ക് ഒരു 4 കട്ട് ബീഡ്സ് കേട്ടോ, കട്ട് ബീഡ്സ് ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് എടുക്കുക, അതൊരു 4 ബീഡ്സ് എടുക്കുക. അപ്പം അതിന് തൊട്ട് കുറച്ച് താഴേക്ക് നീക്കി വേണം നീഡിലിറക്കാനായിട്ട്. അതിനുശേഷം ഇപ്പുറത്തെ വശത്തുനിന്ന് എടുക്കുക. അങ്ങനെ 2 സൈഡിൽ നിന്നും ബീഡ്സ് ഇങ്ങനെ എടുത്ത് ചെയ്തെടുക്കുക. അപ്പം മിക്കവർക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാം, പക്ഷെ എന്നാലും ഞാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, ബിഗിനേഴ്സൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡിലേക്കും ബീഡ്സ് വെച്ചിട്ട് ലീഫ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അവിടുന്ന് കുറച്ച് ത്രെഡ് എടുക്കുക, ഒരു 4 ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വരത്തക്ക വിധത്തിൽ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലീഫുകളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു പോർഷൻ, അതായത് നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ കാണിച്ച പോർഷൻ ഉണ്ടല്ലോ, അത് ഫുള്ള് നമുക്ക് ഈ ഒരു കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സുകളും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ ആ 1.5 ഇഞ്ചിൽ നമ്മൾ മാർക്കിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നമുക്ക് ഭയങ്കര തിക്കായിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പൊന്നും ഒട്ടും വരുത്താത്ത വിധത്തിൽ ചെയ്ത് കൊടുക്കണം. കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ഇത്. ഇതിന് തുപ്പിട്ടേക്ക് നമുക്ക് ഇതുപോലെ
ഫ്ലവർ ഡിസൈനോ അല്ലെങ്കിൽ ബീഡ്സ് സ്പ്രെഡ് ചെയ്തോ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ ബീഡ്സോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ തിക്കായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഗോൾഡൻ കട്ട് ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, മറക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പ്രകാരമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുള്ളായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതും കൂടെ തന്നെ വിളിച്ച് ചെയ്യണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. താങ്ക് യു.